അഞ്ചു മുംബൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിന്റെ മധുരഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് മുംബൈയിലെ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന യുഗ്മഗാന വിഭാഗത്തിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ശ്രീ കാവാലം ശ്രീകുമാർ, ശ്രീമതി പ്രീത കണ്ണൻ, യുഗ്മഗാന റൗണ്ടിൽ മത്സരിക്കാനായി ഇനി അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു വൈശാഖ് ആൻഡ് അഞ്ജലി. വൈശാഖ് കുട്ടി, അപ്പൊ ഫീമെയിൽ ഫാൻ ഫോളോവേഴ്സ് ഒക്കെ എന്ത് പറയുന്നു? സുഖായിരിക്കുന്നു? സുഖായിരിക്കണം അല്ലെ? വെരി ഗുഡ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നും തോണി. ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നും തോണി. ഓക്കെ, അപ്പൊ ഇത് അഞ്ജലിയുടെയും കൂടെ ഒരു സെലക്ഷൻ ആണോ? ആരാ സെലക്ട് ചെയ്തെന്ന് ഈ ഒരു പാട്ട്? അച്ഛനമ്മയൊക്കെ കൂടി സെലക്ട് ചെയ്തു. അച്ഛനും അമ്മയും കൂടെ സെലക്ട് ചെയ്ത് തന്നു. അപ്പൊ രണ്ടുപേർക്കും ഈക്വലി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടുപേർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫാൻ ഫോളോവേഴ്സിനൊന്നും വിഷമിപ്പിക്കരുത് രണ്ടുപേരും, പ്രത്യേകിച്ചും ഫീമെയിൽ ഫാൻ ഫോളോവേഴ്സിന് വിഷമിപ്പിക്കുന്നത് ശരിയല്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പൊന്നു
പെർഫോമൻസ്? പാട്ടായിരുന്നോ കൂടുതൽ ക്യൂട്ട്, അതോ നിങ്ങളെ വിഷ്വലി കാണാനായിരുന്നോ കൂടുതൽ ക്യൂട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൺഫ്യൂസ് ആയിപ്പോവും. എന്തായാലും വളരെ ക്യൂട്ടായിരുന്നു കാണാനും കേൾക്കാനും. ബാക്കി ടെക്നിക്കാലിറ്റീസ് നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചറിയാം. പ്രീത മാം. മോനെ വൈശാഖേ, ഇപ്പോഴും പേടിയാണോ? കണ്ണൂർ ഇല്ല, സ്ഥായിഭാവമാണല്ലേ. ഒരല്പം കൂടെ ശക്തിയും എനർജിയും കുറച്ചും കൂടെ ആവാമെന്ന് തോന്നി പാട്ടില്. മോന്റെ മൊത്തത്തിൽ ഉള്ള ഒരു പാവം പോലെ ആ നേച്ചർ അതങ്ങ് മാറണം, നല്ല ഉഷാറ് വരണം പാട്ടിന്. ഓക്കെ, അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇത് കമോറ സാറിൻ്റെ ഒരു വോയിസിൽ നമ്മൾ കേട്ട് കേട്ട് ഇങ്ങനെ കാതിൽ കിടക്കുകയാണ്. മോനെ എന്തായാലും കമോറ സാറുമായിട്ടൊന്നും നമ്മളാരും ആരെയായിട്ട് കമ്പയർ ചെയ്യണില്ല. എന്നാലും നമ്മുടെ ചെവിയിൽ അതിങ്ങനെ കിടക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ്. മോൻ അസലായി പാടി. ചെറിയ സംഗതി ഓ എന്നുള്ള ഹമ്മിങ് എടുത്തതിലൊക്കെ മോനെ തന്നെ അറിയാലോ, എവിടേക്കോ ചെറുതായിട്ട് ഇല്ലേ? എല്ലാം സമ്മതിച്ചു തരുന്നുണ്ട് ആള്. എനിവേസ് നന്നായി പാടി. മോള് അഞ്ജലി നന്നായി പാടി. വോയിസ് ഒക്കെ നല്ല മോഡുലേഷനൊക്കെ നന്നായിരുന്നു, മേലോട്ട് ആ ഒരു സംഗതിയും എല്ലാം. പിന്നെ ആ ഫോക്ക് ടച്ച് അത് നന്നായി വരുത്തിയിട്ടുണ്ട്. നന്നായി പാടി. താങ്ക് യു പ്രീത മാം. ശ്രീകുമാർ സർ. നിങ്ങൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഞാനിപ്പോൾ കഴിഞ്ഞ റൗണ്ടിൽ കേട്ടതിനേക്കാളും മെച്ചമാണ് പലരും. നിങ്ങൾ തന്നെയാണോ ഈ നേരത്തെ പാടിയത് എന്ന് നമ്മൾ അന്തം വിട്ടു പോകും. അത്രയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതാണ് ഇത്രയും ഈ ഒരു കോമ്പറ്റീഷൻ കൊണ്ട് ഉള്ള ഒരു ഫലം എന്ന് പറയുന്നത്. അതാണ്, കിട്ടുമോ കിട്ടായിരിക്കുമോ എന്നുള്ളതല്ല. യു ആർ ഇംപ്രൂവിങ്. കാരണം ഇതിനിടയ്ക്കൊക്കെ നമ്മൾ കേട്ടു, മോളുടെയൊക്കെ കേട്ടു ഇടയ്ക്ക്. അപ്പോഴൊക്കെ ഞാൻ വിളിച്ചു, ഇത് ഈ കുട്ടിയാണോ അന്ന് ഞാൻ പാടിയത് എന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചു. അത്രയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അത്ര കോൺഫിഡൻസ് ഇപ്പോൾ കണ്ടു. നല്ല കോൺഫിഡൻസോട് പാടി, നല്ല ശ്രുതി, നല്ല ഭാവം, തെറ്റുകൾ കുറവാണ്. നല്ല പോസിറ്റീവ് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ മോൻ്റെ ഭാവം മാറ്റിയേ പറ്റുള്ളൂ. പാട്ടൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ലോകം ഇടിഞ്ഞു വീഴുന്നുള്ള മട്ടിൽ നിൽക്കണ്ട. അങ്ങനെ ചിരിക്കാം. ചിരിച്ചാൽ നമുക്കും ഒരു ആശ്വാസമായി. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനായി ഇത് കാണുമ്പോൾ. നന്നായിട്ട് പാടിയ മോനെ, നല്ല ശ്രുതി. ഈ പ്രായത്തിൽ പിന്നെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അത് അതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ, വേറെ എന്തൊരു കുഴപ്പമില്ല. നല്ല ഫീൽ ഉണ്ടായിരുന്നു. എല്ലാം ഭംഗി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പോൾ എല്ലാം പോസിറ്റീവ് ആണ്. ചിരിച്ചൂടെ പ്ലീസ്? അതനുസരിച്ചിട്ടായിരിക്കും മാർക്ക്, അതുകൊണ്ട് നല്ലോണം ചിരിച്ചോളൂ. ഓക്കെ. അപ്പോൾ അഞ്ജലി എന്തായാലും നല്ല ഇമ്പ്രൂവ്മെന്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ മാർക്സ് എന്താണെന്ന് അറിയാം. ഒരുവിധം ഇങ്ങനെ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ നേരത്തെ ഇതിലൊക്കെ. പക്ഷെ എന്നാലും ജഡ്ജസ് റൗണ്ട് ഇപ്പോഴും ഒരു സീക്രട്ട് ആണ്, അതുകൊണ്ട് നമുക്ക് അറിയില്ല ഈ റൗണ്ടിന് എത്ര മാർക്സ് എന്ന് നമുക്കറിയാം. ശ്രീകുമാർ സർ. അഞ്ജലി 84. വൈശാഖിന് 81. താങ്ക് യു സർ. പ്രീത മാം. വൈശാഖോട്ട 79 മാർക്സ് ആണ്. അഞ്ജലിക്ക് 84. താങ്ക് യു പ്രീത മാം. അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും വളരെ നല്ല മാർക്സ് ആണ്. അപ്പോൾ ബാക്കിയുള്ള സീക്രട്ട് റൗണ്ട് ഒക്കെ ഇങ്ങനെ അറിഞ്ഞതിന് ശേഷം നല്ല റിസൾട്ട്സ് ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മുംബൈയുടെ വിവിധ ഭാഗങ്ങളിലായി നടന്ന പൊങ്കാല മഹോത്സവത്തിൽ ആയിരങ്ങൾ തിരിയിട്ടു. ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാരയെടുപ്പിൽ മേൽശാന്തി അഗ്നി പകർന്ന സമയത്ത് തന്നെയാണ് മുംബൈയിലെ വിവിധ ഭാഗങ്ങളിലായി നടന്ന ചടങ്ങുകളിലും അതേ ചിട്ടവട്ടങ്ങളോടെ തിരി പകർന്നത്. കേരളത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും എല്ലാം തന്നെ മലയാള തനിമ കൈവിടാതെ മഹാനഗരത്തിലും ആഘോഷിക്കപ്പെടുന്നു. മുംബൈയെ കേരളവുമായി ഇണക്കിച്ചേർക്കുന്ന പ്രധാന കണ്ണിയാണ് ഇത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഒരുപക്ഷെ മറ്റൊരു നഗരത്തിലും ദർശിക്കാൻ കഴിയാത്ത ആത്മബന്ധമാണിത്. ഇതുതന്നെയാണ് മുംബൈ നിവാസികളുടെ പുണ്യവും. അവർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഗ്രഹാതുരത്വത്തിന്റെ കെടാത്ത കൈത്തിരിയും. നമുക്ക് നാട്ടിൽ പോയി പൊങ്കാല ഇടാൻ പറ്റൂല. ബോംബെയിൽ ജോലിയുള്ളവർക്കൊന്നും നമുക്ക് നാട്ടിൽ പോകാൻ പറ്റൂല. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിച്ചത് നല്ല കാര്യമാണ്. അനന്തപുരിയുടെ ഐശ്വര്യ ദേവതയായ ആറ്റുകാലമ്മയുടെ തിരുവങ്കണത്തിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ പൊങ്കാലയിട്ട് സായുജ്യമണഞ്ഞപ്പോൾ
മുംബൈയിലെ വിവിധ ഇടങ്ങളിലായി ആയിരങ്ങൾ അതേ ആചാരാനുഷ്ഠാനങ്ങളോടെ പൊങ്കാലയിട്ട് ദേവീപ്രീതി നേടി. ന്യൂ ബോംബെയിൽ തുടങ്ങിയ സമയം തൊട്ട് ഈ വർഷം മുടങ്ങാതെ ഇടുന്നുണ്ട്. ഇനിയും എല്ലാ വർഷവും ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. നല്ല രീതിയിൽ നടക്കുന്നു. കല്യാൺ, അംബർനാഥ്, ഡോംബുവിലി, പൻവേൽ, ഐരോളി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാന ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ഇത് ആറ്റുകാലിൽ പോയി പൊങ്കാലയിടാൻ സാധിക്കാത്ത ഭക്തർക്ക് ഇത് തന്നെ ഒരു ആറ്റുകാൽ ക്ഷേത്രം പോലെ ആയി മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സൂര്യൻ കിഴക്കേമാനത്ത് ഉദിച്ചുയർന്നപ്പോൾ ആയിരക്കണക്കിന് ഭക്തമനസ്സുകളിൽ എന്ന പോലെ പൊങ്കാലക്കലങ്ങളിൽ നിവേദ്യങ്ങൾ പതഞ്ഞു പൊങ്ങി. പൊങ്കാലക്കലങ്ങളിൽ നിവേദ്യം നിറഞ്ഞു തുളുമ്പിയപ്പോൾ ദേവീ സാന്നിധ്യം വിളിച്ചോതി ആകാശത്ത് കൃഷ്ണപരുന്ത് വട്ടമിട്ടു പറന്നു. ആ ദിവ്യ ദർശനത്താൽ സായുജ്യമടയാൻ ഭക്തർ ആകാശത്തേക്ക് നോക്കി കൈകൂപ്പി നിന്നു. അംബർനാഥിലെ ശ്രീനാരായണ ഓഡിറ്റോറിയത്തിൽ വെച്ച് 7ാം വർഷത്തിന്റെ പൊങ്കാലയ്ക്ക് മഹാഗണപതി ഹോമത്തോടെ തുടക്കം കുറിച്ചു. വാദ്യമേള ഘോഷയാത്രയോടെ ആറ്റുകാലമ്മയുടെ പൊങ്കാല സമർപ്പണ സമയത്ത് തന്നെ ബദലാപൂരിലെ ശ്രീരാമദാസ് ആശ്രമത്തിലെ ബ്രഹ്മശ്രീ കൃഷ്ണാനന്ദ സരസ്വതി പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകർന്നു. ഭാരത സംസ്കാരത്തിൽ എപ്പോഴും അമ്മയ്ക്ക് വലിയ സ്ഥാനമാണ്. അമ്മയാകുന്നത് മകളായിട്ട്, സഹോദരിയായിട്ട്, ഭാര്യയായിട്ട് ഒക്കെയാണ് ഒരമ്മയായി മാറുന്നത്. ആ അമ്മ ലോകത്തിനെ മുഴുവനും ഒരുമിച്ച് കൊണ്ടുപോകാനും ആ സ്ത്രീ ശക്തി, പ്രകൃതി ശക്തി ലോകത്തെമ്പാടും വിതരണം ചെയ്യാനും ഉള്ളതിനുള്ള ഒരു മാതൃകയാണ് പൊങ്കാല. സ്ത്രീകളുടെ വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നേർച്ചയുടെയും പൊങ്കാല സമർപ്പണത്തിന് സാക്ഷിയായി അംബർനാഥിലെ ഗുരുനഗർ. പ്രാർത്ഥനാനിരതമായ അന്തരീക്ഷം ഭക്തിസാന്ദ്രമായി. വനിതാ വിങ് എല്ലാവരുടെ സഹകരണം കൊണ്ടും അതുമാതിരി തന്നെ നാട്ടുകാരുടെ സഹകരണവും ബാക്കിയെല്ലാ സംഘടനകളെയും സഹകരണം മൂലം അതിവിജയമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഇതര ഭാഷക്കാരടക്കം ആയിരങ്ങളാണ് പൊങ്കാല സമർപ്പണത്തിനായി മുംബൈയിലെ വിവിധ ഇടങ്ങളിലായി എത്തിച്ചേർന്നത്. मी कधी बघितलेलं नाही आहे केरळ लोकांचं आणि माझं नशीब की मला हे फर्स्ट टाइम मला मिळालेलं आहे बघायला. ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് ബുക്കിന്റെ താളുകളിൽ പോലും ഇടം നേടിയ സ്ത്രീ സ്വാത്വികതയുടെ അപൂർവ ഭക്തി സംഗമം മഹാനഗരത്തിലും പുനർജനിക്കുകയായിരുന്നു. തുടർച്ചയായി 7ാം വർഷമാണ് ഞങ്ങൾ പൊങ്കാല ആഘോഷിക്കുന്നത്. ഇതിൽ ശരിക്കും ഞങ്ങൾക്ക് ഒരു അഭിമാനം ഉണ്ടാവണം. കേരളത്തിൽ ഞങ്ങളിവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് എന്താണ് പൊങ്കാല, എന്താ ഇതെല്ലാം നടത്തുന്നത്, അതൊക്കെ ഞങ്ങൾക്കെല്ലാം അതിൻ്റെ തത്വം എന്തെല്ലാം ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ പൊങ്കാലക്കലങ്ങളിൽ നിന്നും ഒഴുകിയത് നിവേദ്യമായിരുന്നില്ല, അതൊരു പ്രതീകം മാത്രം. സത്യത്തിൽ മനുഷ്യ മനസ്സുകളിലെ സ്വാർത്ഥതയും ദുർചിന്തകളും ഈർഷ്യയുമായിരുന്നു ദേവിക്ക് മുന്നിൽ ഭക്തർ ഒഴുക്കിക്കളഞ്ഞത്. കേരളത്തിൽ ജനിച്ചു വളർന്ന ഞങ്ങൾക്ക് എന്നും അഭിമാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ TV ചാനലുകൾ തുറക്കുമ്പോൾ ഒരുപാട് നൊമ്പരങ്ങളാണ്. അതായത് 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്, 7 വയസ്സുള്ള കുട്ടികളുടെ
പീഡന കഥകളാണ്. അതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് വേദന തരുന്ന, അതൊക്കെ മനസ്സിൽ വെച്ച് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ 7ാമത്തെ പൊങ്കാല ദേവിക്ക് സമർപ്പിച്ചത്. അപ്പം ഇനിയും ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ ഇട വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. തലയ്ക്ക് മുകളിൽ ഉച്ചവെയിൽ കത്തി നിൽക്കുന്നതിന്റെ ക്ഷീണം ഒന്നും വകവയ്ക്കാതെയാണ് പൊങ്കാല സമർപ്പണത്തിന്റെ പുണ്യം നുകരാനായി ഭക്തരുടെ കാത്തിരിപ്പ്. ഞാൻ 3ാമത്തെ വർഷം ഇത് ഇടുന്നത്. ഭയങ്കര സന്തോഷമാണ് ഇതിടായത്. I feel very auspicious doing this Pongala for the first time. ഞങ്ങളിത് 1 മാസം കൊണ്ടേ ഞങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഞങ്ങളുടെ സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പൊങ്കാല ഇടുന്നില്ല. ആദ്യത്തെ ജനറേഷൻ എത്ര ബുദ്ധിമുട്ടിട്ട് ചെയ്യുന്നത്, വിറക് കത്തിച്ചിട്ട്. ഇന്നത്തെ ഗ്യാസ് അല്ലേ, അപ്പൊ അവർക്ക് ഇപ്പോഴും കണ്ണിൽ എരിയുണ്ട്, മൂക്കിൽ പോകുന്നുണ്ട്, ഇതൊക്കെ അപ്പോഴും മനസ്സിലാവുന്നുണ്ട്. അപ്പൊ പൊങ്കാല കൊണ്ട് ഇതൊക്കെ മനസ്സിലായി. പൊങ്കാല സമർപ്പണത്തിന് ശേഷം ആറ്റുകാലമ്മയുടെ ഇഷ്ട വഴിപാടായ പ്രസാദ ഊട്ടും ഭക്തജനങ്ങൾക്ക് നൽകിയിരുന്നു. ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നാട്ടിലെ കൂട്ട് തന്നെയാണ്. ഭയങ്കര ഇവിടുത്തെ ഫുൾ ടീം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഒരു നല്ല അറേഞ്ച്മെന്റ് ആണ്. എനിക്കൊന്ന് ഒരു 2-3 ആഴ്ച മുൻപേ തുടങ്ങി കാണുമായിരിക്കും. അത്രയ്ക്ക് നല്ല അറേഞ്ച്മെന്റ് ആണ്. ഞാൻ താമസിക്കുന്ന നെഹ്റുല്ല, അവിടുന്ന് ഇത്രയും ദൂരം വന്നാണ് ഇടുന്നത് എല്ലാ വർഷവും. അപ്പോൾ എന്തായാലും 7ാം വർഷവും ഈ ശാഖയിൽ നടത്തിയ ഈ പൊങ്കാല അതിവിജയകരമായി എന്ന് തന്നെ അറിയിക്കാം. അതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനിയും എല്ലാ വർഷവും ഇതിലും വിപുലമായി ആണ് ഞങ്ങൾ ഇനിയും വീണ്ടും നടത്താനുള്ള ഉദ്ദേശങ്ങൾ. ശുദ്ധമായ മനസ്സുകളുമായി സ്വന്തം വീടുകളിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ ദുഃഖഭാരമൊഴിഞ്ഞ മനസ്സിന്റെ ശ്രീകോവിലിൽ ദേവി തന്റെ നെയ്ത്തിരി കത്തിച്ചു വെച്ചിരുന്നു. ആ പുണ്യത്തിനായി അടുത്ത വർഷം വീണ്ടും തിരിച്ചു വരാം എന്ന പ്രാർത്ഥനയോടെ ഭക്തർ പടിയിറങ്ങിയപ്പോൾ അനിർവചനീയമായ ഒരു ദേവീ സാമീപ്യത്തിന്റെ ഊഷ്മളത പകർന്നാടി. ये सब करने से अपने को शांति मिलते है. ആറ്റുകാല അമ്മയുടെ അവിടെ പോയിടാൻ പറ്റാത്തത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്ക് നല്ല ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, ഒരു ദോഷമില്ല. അതെ, ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഒരിക്കലും എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വെള്ളം. ശരിക്കും ഞങ്ങൾ ആറ്റുകാലിൽ പോയി ചെയ്യുന്ന ഒരു അനുഭൂതി കിട്ടുന്നു. വന്നപ്പോ ഇനി എല്ലാ വർഷവും വരണം തോന്നുന്നു. എല്ലാവർക്കും എല്ലാം കാണാൻ പറ്റും. ഒരു ദിവസം മലയാളികൾ എല്ലാവരും ഒത്തുകൂടാൻ പറ്റും. അതിന് ഭയങ്കര പുകയാണ്. ഒന്നും ഒരു നേർച്ചയും പറഞ്ഞിട്ടില്ല. നമുക്ക് ശരീരമാവണം, പോയി പൊങ്കാലയാക്കണം. ഇവിടെയൊക്കെ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. അതെല്ലാം പഠിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് ഇത് ഉപയോഗിക്കാം. ഇന്നലെ എനിക്ക് കാല് 2 വേദനയും നീരുമായിരുന്നു. ഇന്ന് എനിക്ക് അമ്മ എനിക്ക് എന്തോ ശക്തിയാണ് തന്നത്. യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ മലയാളി സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിച്ച സമരത്തിൽ വൻ ജനപങ്കാളിത്തം. ഇതാദ്യമായാണ് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ യാത്രക്കാരുടെ സമരം അരങ്ങേറുന്നത്. മുംബൈയിലെ പ്രധാനപ്പെട്ട 3 റെയിൽവേ സ്റ്റേഷനുകളിലും കൊങ്കൺ പാതയിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലുമാണ് യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മലയാളികൾ ധർണ നടത്തിയത്. കേരളത്തിലേക്കുള്ള പ്രത്യേക വണ്ടി അനുവദിക്കണം, അത് ആവശ്യപ്പെട്ടുകൊണ്ട് ബോംബെയിലുടനീളമുള്ള മലയാളി സംഘടനകൾ KKSന്റെ യാത്രാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുർളയിലെ ലോക്മാനിക് തിലക് ടെർമിനൽസ്, താനെ, പൻവേൽ, പെൻ, മാൻഗാവ്, ചിപ്ലൂൺ, രത്നഗിരി, മഡ്ഗാവ്, കാർവാർ റെയിൽവേ സ്റ്റേഷനുകളിലാണ് കേരളീയ കേന്ദ്ര സംഘടനയുടെ യാത്രാസമിതി
കൊങ്കൺ മലയാളി ഫെഡറേഷൻ, ഗോവ മലയാളി ഫെഡറേഷൻ, കാർവാർ മലയാളി അസോസിയേഷൻ തുടങ്ങിയ വിവിധ മലയാളി സംഘടനകൾ ചേർന്ന് റെയിൽവേക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരളത്തിലേക്കുള്ള റെയിൽവേ അധികാരികളുടെ അവഗണന അധികാരികൾ അവസാനിപ്പിക്കണമെന്നാണ് പ്രധാനമായിട്ടുള്ള ഇന്നത്തെ മുദ്രാവാക്യങ്ങൾ. മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് എല്ലാ വേനൽക്കാലത്തുമുള്ള പ്രത്യേക വണ്ടി നിർത്തലാക്കിയ നടപടി പുനഃപരിശോധിക്കുക, കൊങ്കൺ പാതയിലെ വണ്ടികളിൽ മതിയായ സുരക്ഷാ സംവിധാനം വർദ്ധിപ്പിക്കുക എന്നിവ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ സമരം അരങ്ങേറിയത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക സംസ്ഥാനങ്ങളിലെ മലയാളി സംഘടനകൾ ഒരേ സമയം ഒരേ ആവശ്യത്തിനായി പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിയത് ഇതിനെ വേറിട്ട ഒരു സമരമാക്കി മാറ്റി. ജനറൽ മാനേജറുടെ അടുത്തും ഡിവിഷണൽ മാനേജറുടെ അടുത്തുമാരും നമ്മൾ നിവേദനങ്ങൾ നൽകിയിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളും റെയിൽവേ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. യാത്രക്കിടയിൽ നേരിട്ട ദുരിതങ്ങൾ പലരും പങ്കുവച്ചപ്പോൾ സമരസമിതി കൂടുതൽ തീക്ഷ്ണതയാർജിച്ചു. ജാതിമത രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടെ ഒന്നിച്ചണിനേരുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. 100-ലധികം സംഘടനകളിൽ നിന്നായി വനിതകളും കുട്ടികളും അടങ്ങുന്ന സംഘമാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. മഹിളാ കമ്പാർട്ട്മെന്റിൽ കൃത്യമായ പോലീസ് സംവിധാനമോ മറ്റേതെങ്കിലും സുരക്ഷയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് മിക്ക സ്ഥലങ്ങളിലും വളരെ അപര്യാപ്തമാണ്. അംശുമുമ്പയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ മുമ്പ് വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച രാത്രി 9:30 പീപ്പിൾ ടിവിയിലും എല്ലാ ഞായറാഴ്ച രാവിലെ 7:30 കൈരളി ടിവിയിലും.